Hi all of you. എല്ലാവരെയും ബിഗ് ലേണേഴ്സിന്റെ ഈ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ PSCയുടെ ഒരു എക്സാം നടന്നതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നടത്താൻ പോകുന്നത്. ഇന്ന് രാവിലെ നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നുള്ള തസ്തികയിൽ PSC എക്സാം നടന്നിരുന്നു. അപ്പൊ ഇന്ന് നടന്ന എക്സാമിന്റെ ഒരു 50 ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. The first one is two coils have each having an inductance of 250 microhenry have combined inductance of 550 microhenry when connected in series, aiding and 450 microhenry when connected in series opposing. അപ്പോൾ രണ്ട് തരത്തിലുള്ള കണക്ഷനിൽ വരുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻഡക്ടൻസ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ സീരീസിലാണെങ്കിൽ L1 പ്ലസ് L2 പ്ലസ് 2M അല്ലേ, ഇതാണ് ഇൻഡക്ടൻസ്. ഇറ്റ്സ് ഗിവൺ ആസ് 550. It's given as 550, and when connected in series, it's given as L1 plus L2 minus 2M ആണ്. സീരീസ് ഓപ്പോസിഷനിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 450 മൈക്രോഹെൻറി. അപ്പൊ ഇതിൽ വരുന്ന മ്യൂച്വൽ ഇൻഡക്ടൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ M എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് us see here. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി അല്ലെ. ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ L1 and L2 gets cancelled. Then you get here 4M. 4M is equal to 100 എന്നുള്ളത് കിട്ടും അല്ലെ. So M is equal to 50. So we can write here that is 50 microhenry. Okay. Next is a coil has a resistance of 30 ohm and an inductance of 127.3 millihenry. It is connected across a 200 volt 50 hertz supply. Find impedance. അപ്പൊ ഇതിലും ഒരു കുറച്ച് കാൽക്കുലേഷൻസ് ഉള്ള ഒരു ഇതാണ്. നോർമലി ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലില് ക്വസ്റ്റ്യൻസ് വിട്ടിട്ട് ഒരു 75 ഒരു എളുപ്പമുള്ള സെക്ഷനും പിന്നെ ഒരു 25% കുറച്ചൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ളതാണ് ഇന്നത്തെ എക്സാമിന് വന്നത്. സോ ഹിയർ ഇൻ ദിസ് നോർമൽ എക്സ്പ്രഷൻ തന്നെയാണ്, ബട്ട് ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ഇറ്റ്സ് XL സ്ക്വയർ അല്ലെ. അപ്പൊ നമ്മൾ XL ആദ്യം കണ്ടുപിടിക്കണം. XL is 2π FL അല്ലെ. അപ്പൊ XL സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് 2π FL the whole square. So if you substitute and calculate, you will get an approximate value of 50 ohm. So B is the answer. Next is a transformer is an efficient device because അത് ഓക്കെ ഇൻഡക്റ്റീവ് കപ്ലിംഗ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇംപീഡൻസ് മാച്ചിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ബട്ട് ഒരു മെക്കാനിക്കൽ മൂവ്മെന്റ് ഇല്ലേ അല്ലെ, ദാറ്റ്സ് എ സ്റ്റാറ്റിക് ഡിവൈസ്. ഇറ്റ്സ് എ സ്റ്റാറ്റിക് ഡിവൈസ്. അതാണ് ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ. വാട്ട്സ് അപ്രോക്സിമേഷൻ എഫിഷ്യൻസി ഓഫ് ലാർജ് ട്രാൻസ്ഫോമേഴ്സ്. ഇപ്പോൾ ലാർജ് ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിൽ പറയുന്നത് 95 to 99 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് 95 എന്നുള്ളൊരു ആൻസർ ഉണ്ട്. നെക്സ്റ്റ് ഇസ് ഇൻ സിൽവർ ഓക്സൈഡ് സെൽ ദി ആനോഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. ഇൻ സിൽവർ ഓക്സൈഡ് ആനോഡ് സിങ്ക് ആണ്. അതിൽ ഒരു ആൽക്കലൈൻ ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻ ഹാഫ് വേവ് റെക്ടിഫയർ DC output voltage in terms of VS RMS is 0.45 RMS അല്ലെ. ഇത് അങ്ങനെ തന്നെ ഒരു നോട്ടായിട്ട് തന്നെ ബുക്കിൽ ഉണ്ട്. നെക്സ്റ്റ് ഇസ് എ ഡിവൈസ് ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ വെരി ക്ലോസ് ടു ദാറ്റ് ഓഫ് എൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഇസ്. ഇതില് നമുക്ക് ട്രാൻസിസ്റ്റർ ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്, ഒരു കറണ്ട് സോഴ്സ് ആണ്. FET ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ബട്ട് ഹിയർ കുറച്ചും കൂടി ഒരു ഐഡിയൽ ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെനർ ഡയോഡ് ആണ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ. നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ. ഇത് ഒരു സീരീസ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ 7, 8,
S40 ആണ് സ്വിച്ചിങ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻവെർട്ടർ ഇസ് എ ഡിവൈസ് ദാറ്റ്, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെക്ടിഫയറുടെ ഓപ്പോസിറ്റ് ആണ് ഇൻവെർട്ടർ. സോ കൺവേർട്സ് DC പവർ ഇൻടു AC പവർ. നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇസ് ഓമീറ്റർ ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. സോ B is the answer. The value of temperature coefficient of resistance depends upon അത് nature of the material, പിന്നെ ടെമ്പറേച്ചർ അനുസരിച്ചാണ് അത് മാറുന്നത്. ഓക്കെ, ഓൺലി 1 ആണ് അതിന്റെ ആൻസർ. ഒരു പാരാമീറ്റർ ആണത്. നെക്സ്റ്റ് is a resistor color coding if the third band is gold it represents a multiplying factor of, ഇതൊരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നോർമലി ഇങ്ങനെ ചോദിക്കാറില്ല. It is 0.1. So, combined or equivalent resistance of a parallel circuit is അത് നമ്മൾ പല വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ് പാരലൽ സർക്യൂട്ടിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറവാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഹിയർ ലെസ് ദാൻ ദി ലീസ്റ്റ് എമംഗ്സ് ദം. A ആണ് അതിന്റെ ആൻസർ. Ceramic capacitor has an approximate capacitance range of, ഇങ്ങനെ റേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമ്മളൊരു ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നോക്കിയിട്ട് എടുക്കുക. ഈ 30 മൈക്രോഫാരഡ് ലോ റേഞ്ച് ആണെന്ന് അറിയാമല്ലോ, എന്തായാലും 2000 മൈക്രോഫാരഡ് വരെ ഒന്നും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ 3 മൈക്രോഫാരഡ് ടു 2 mF വരെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് 5 equal capacitors connected in series have a resultant of 4 microfarad. When these connected in parallel and charged to 400 volt DC supply, total energy consumed. അപ്പോൾ നമുക്ക് total energy consumed equation ആണ് ആദ്യം അറിയേണ്ടത്. It is half CV square അല്ലേ? ബട്ട് നമുക്ക് തന്നിരിക്കുന്നത് പാരലൽ കണക്ഷനിൽ സീരീസ് കണക്ഷനിൽ വന്നപ്പോൾ 4 മൈക്രോഫാരഡ് ആണ്. സോ സി എന്തായിരിക്കും? 20 ആയിരിക്കും അല്ലെ? കാരണം ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും ഇക്വലന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ സീരീസ് ആയിട്ട് 20 കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. when these connected in parallel and charged to 400 DC supply അല്ലെ? സോ ഇറ്റ് ഇസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 1/2 സി ആവുമ്പോൾ 20 into 5 അല്ലെ? 100 into 4 zeros. That's almost 8G എന്ന് കിട്ടും. Okay. Next is the time-based signal in a CRO is always ഇത് ചോദിക്കാറുണ്ട്. ഒരു common question ആണ്. It's a sawtooth. Next is Ohm's law is not applicable to, അതും ഒരു common question ആണ്. പക്ഷെ ഇതിലൊരു twist ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. It's not applicable to non-linear circuits അല്ലെ? അപ്പൊ ഇതിൽ non-linear ഏതാണ് ഈ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കുക. അതിൽ സെമി കണ്ടക്ടേഴ്സ് ആണ് non-linear ആയിട്ട് വരുന്നത്. Next is the source of electron beam in a CROS. അപ്പൊ CROയിൽ ഇലക്ട്രോൺ ബീമിന്റെ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രോൺ ഗൺ ആണ്, ഏറ്റവും എൻഡിലിരിക്കുന്ന ഗൺ. Next is which one has negative temperature coefficient of resistance? അപ്പോൾ നമുക്കറിയാം metals exhibit positive temperature coefficient and semiconductors, almost semiconductors, then some types of thermistor exhibit negative temperature coefficient അല്ലേ? അപ്പൊ ഇതില് സെമികണ്ടക്ടർ റീജിയനിൽ വരുന്ന ഏതാണ്? കാർബൺ. ബാക്കിയെല്ലാം മെറ്റൽസ് ആണ്. സോ കാർബൺ ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ഇസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എൻ എമീറ്റർ ഷുഡ് ബി. അപ്പോൾ ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എൻ എമീറ്റർ ഷുഡ് ബി വെരി സ്മോൾ. ഓക്കെ. Next is according to Kirchhoff's first law. First law അപ്പോൾ ഏതാണെന്ന് അറിയണം. ഫസ്റ്റ് ലോ കറണ്ട് ലോ ആണ്, KCL. അതിൽ കൺഫ്യൂഷൻ ഒന്നും വരാനില്ല, എല്ലാം കറണ്ടിന്റെ ബേസിൽ തന്നെയാണ്. സോ ഓക്കെ, 1 is given in terms of voltage at a junction is always 0 അല്ലെ?
D is the answer. Next one, dual beam oscilloscope has. അപ്പോൾ dual trace ഉണ്ട്, dual beam ഉണ്ട്. അപ്പോൾ dual beam oscilloscope എന്തായാലും 2 ഇലക്ട്രോൺ ഗൺസ് ഉണ്ട് ആ ഒരു ഓസിലോസ്കോപ്പിൽ. Next is the superposition theorem is essentially based on the concept of. അപ്പോൾ superposition theorem അറിയാം, അതും ലീനിയർ സർക്യൂട്ട്സിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് ബി, linearity. Next is to signal, the signal to be observed on the screen of a oscilloscope is applied for. അപ്പോൾ നമ്മൾ എപ്പോഴും വെർട്ടിക്കലിലാണ് അല്ലെ ആംപ്ലിറ്റ്യൂഡ് വരുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്നത്. ഹൊറിസോണ്ടലിൽ സോ ടൂത്ത് അനുസരിച്ച് അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. സോ അക്രോസ് ഇറ്റ്സ് വെർട്ടിക്കൽ പ്ലേറ്റ്സ്. നെക്സ്റ്റ് ഇസ് the current carrying capacity of a copper wire having twice the diameter of another copper wire. അപ്പോൾ diameter twice എന്ന് പറയുമ്പോൾ 2 times ആണ് അല്ലേ. അപ്പോൾ 2 times diameter എന്ന് പറയുമ്പോൾ അത്രയും current capacity കൂടുതലാണ്. അപ്പോൾ R is equal to D by 2 അല്ലേ. അപ്പോൾ it's 4 times as greater ആണ്. ഓക്കെ, നമുക്ക് അത് ആദ്യം അറിയണം. ഡയമീറ്റർ കൂടുന്ന അനുസരിച്ച് കറണ്ടിന്റെ കപ്പാസിറ്റി കൂടും. ഓക്കെ, അപ്പൊ ഏരിയ πr² അല്ലേ, അപ്പൊ അതിനനുസരിച്ച് ഡിയുടെ വാല്യൂ 4 times ആവും. നെക്സ്റ്റ് ഇസ് ഇൻ എ CRO എക്സ് ആക്സിസ് നോർമലി റെപ്രസെന്റ്സ്. അപ്പൊ CROയില് XT മോഡില് നമുക്ക് XT മോഡ് എന്ന് പറയാൻ പറ്റില്ല, ഇതിൽ എക്സ് ആക്സിസിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വൈ ആക്സിസിൽ എപ്പോഴും ആംപ്ലിറ്റ്യൂഡും വോൾട്ടേജ് ആൻഡ് എക്സ് ആക്സിസിൽ എപ്പോഴും ടൈം ആണ്. സോ എ ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ഇസ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് ഹാവ് ഡാഷ് സ്കെയിൽ. അപ്പോൾ മൂവിംഗ് അയൺ ആൻഡ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കമ്പാരിസൺ നോക്കുക. ഇപ്പൊ നോൺ യൂണിഫോം സ്കെയിൽ ആണ് മൂവിംഗ് അയൺ അല്ലെ. അപ്പൊ ഇതിൽ വെച്ച് നോക്കുമ്പോൾ സ്ക്വയേർഡ് ആണ്. ലോഗ് ഒക്കെ ഇറ്റ്സ് നോൺ യൂണിഫോം, ബട്ട് നമുക്കറിയാം ഡിഫ്ലക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു I² ആണ് അല്ലെ. സ്ക്വയേർഡ് ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് വോൾട്ട് മീറ്റർ ഇസ് യൂഷ്വലി. നേരത്തെ അമ്മീറ്ററിന്റെ കാര്യം ചോദിച്ചിരുന്നു, അതേപോലെ ഇതിൽ വോൾട്ട് മീറ്റർ എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡി ആണ് എന്റെ ആൻസർ. നെക്സ്റ്റ് ഇസ് യൂണിറ്റ് ഓഫ് സസെപ്റ്റിബിലിറ്റി ഇസ് ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി, സോ ഇറ്റ് ഹാസ് നോ യൂണിറ്റ്സ്. So D is the answer. Next is range extension of ammeter requires dash with millimeter. അപ്പോൾ millimeter range extend ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട് ഷണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ, ഷണ്ട് റെസിസ്റ്റർ. A is the answer. Next is Norton's theorem is dash form of an equivalent circuit. Actually Norton's theorem അനുസരിച്ച് ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിന് ഒരു കറന്റ് സോഴ്സും ഒരു പാരലൽ റെസിസ്റ്റർ ആക്കിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ തെവനിൻസ് വോൾട്ടേജ് സോഴ്സും നോർട്ടൺസ് കറന്റ് സോഴ്സും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ബി ആവാനാണ് ചാൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഇസ് യൂസ്ഡ് ഇൻ ദി ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് മൂവിംഗ് അയേണിലാണ് കേട്ടോ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. A is the answer. Next is in an RLC circuit, the phase of the current with respect to the circuit voltage will be ഒരു RLC സർക്യൂട്ട് ആണ്. RL അല്ലെങ്കിൽ RC അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലിനെയും സീനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും which one is lagging or which one is leading. Okay, D is the answer. Which of the following are used to increase the range of ammeters? നേരത്തെ ചോദിച്ചതിന്റെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് shunts. Next is the power in a pure inductive circuit is നമ്മളൊരു pure inductive circuitൽ average power എടുത്തു കഴിഞ്ഞാൽ it will be 0. A is the answer. Next is when AC voltage is connected to a PMMC meter. നമുക്കറിയാം PMMC meter read only DC അല്ലേ. അപ്പൊ AC കൊടുത്താലും കാര്യമൊന്നുമില്ല, അതൊന്നും റീഡ് ചെയ്യില്ല. The reading is 0. Next is value of current at resonance in a series RLC circuit is affected by the value of. അപ്പോൾ റെസൊനൻസിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം. at resonance XL is equal to XC. പിന്നെ ബാക്കിയുള്ളത് ഏതാ, റെസിസ്റ്റൻസ് ആണ് അല്ലെ. സോ ഇറ്റ് ഇസ് affected by the value of resistance.
Next is according to Barkhausen loop gain is അപ്പോൾ Barkhausen ക്രൈറ്റീരിയയിലെ ഒരു ക്രൈറ്റീരിയ ആണ് പറയുന്നത് loop gain is equal to 1. Next is the frequency of oscillations in Weinbridge oscillator is അപ്പോൾ Weinbridge oscillatorൽ നമ്മൾ ആറും സി ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ സോ ഇറ്റ് ഇസ് 1/2 pi RC ഇതിൽ ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് the output of an oscillator may be square, triangular or sawtooth way. It is known as. So, oscillators നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ നോൺ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് ഓർ റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്. അപ്പോൾ ഇത് നോൺ സിനുസോയിഡലിലാണ് പെടുന്നത്. അതിനെ റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. സോ ഹിയർ വി ക്യാൻ ഓപ്റ്റ് ദി ആൻസർ C. Clipper circuit has a great application in Clipper circuit in application നോക്കി കഴിഞ്ഞാൽ അത് ഈ കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ആണ് ക്ലിപ്പർ സർക്യൂട്ട്. അതായത് ഹൈക്സോ വോൾട്ടേജ് വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്ലിപ്പ് ചെയ്ത് കളയാനാണ്. സോ ഇൻ ദീസ് 3 clipper circuits are used. So only 1, 2 and 3. Next is pin number 1 of IC LM741 is LM741 is an op-amp IC. Adile first one is offset null. Next, class B operation of amplifier, one in which the device current flows over. Class power amplifier classification le varuna class B aanu. Class B il half cycle lo maatrana current flow ചെയ്യുന്നത്. Next is the maximum power of a 555 IC can dissipate is around ഇത് ഡാറ്റ ഷീറ്റിൽ കിട്ടുന്ന ഒരു ആൻസർ ആണ്. ഇറ്റ് ഇസ് 600 milliwatt. Okay. Next is the diode when reverse biased, the current flowing through it due to the minority carriers is called. ഇതിലൊരു ചെറിയൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ട്. സാധാരണ റിവേഴ്സ് ബയാസിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്നാണ് പറയുന്നത്. അതായിരുന്നെങ്കിൽ നമുക്ക് ഈ ബി എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്നും പറയും. ഓക്കെ, ലീക്കേജ് കറണ്ട്. അപ്പോൾ ഇതില് നണ്ണെന്നേ ഇപ്പൊ കൊടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഈ സാച്ചുറേഷൻ കറണ്ടിൽ റിവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ബി എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു. ആൻസർ കീ വരുമ്പോൾ അത് നോക്കാം. Next is an stable multivibrator using 555 has RA യുടെ വാല്യൂ തന്നിട്ടുണ്ട്, RB യുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഒരു C യുടെ വാല്യൂ തന്നിട്ടുണ്ട്. Then they are asked to find the frequency of oscillation അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം പീരിയഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇസ് RA plus 2RB into C. So F is equal to 1/T എന്നാണ് വരിക. ഓൾമോസ്റ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ സി എന്നാണ് 100 അറൌണ്ട് 100 എന്നുള്ളൊരു ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. സോറി, 1 ഹെർട്സ് എന്നാണ് കിട്ടുന്നത് കേട്ടോ. Next is 47. The gain bandwidth product of an op-amp is specified as 1 megahertz. What is the maximum gain that can be obtained using the op-amp at 1 kilohertz? അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് എന്താണോ അത് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് 1 കിലോഹെർട്സ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഗെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അതിന്റെ ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഗെയിൻ എന്തായിരിക്കും? ഗെയിനും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 മെഗാഹെർട്സ് കിട്ടണം. It is 1 kilohertz means 10 raised to 3 അല്ലേ, into 10 raised to 3 ആയാലേ 1 megahertz ആവുള്ളൂ. So it is 1000. Next is transistor test with ohmmeter based to collector and emitter is in forward bias at reverse. അതായത് ഈ ബോത്ത് രണ്ട് കണ്ടീഷനിലും എന്താ പറഞ്ഞിരിക്കണേ? രണ്ട് കണ്ടീഷനിലും ലോ റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പോൾ നോർമലി ഏതെങ്കിലും ഒരെണ്ണം ഹൈ റെസിസ്റ്റൻസ് ആവേണ്ടതാണ്, റിവേഴ്സ് ബയാസ് ആവേണ്ടതാണ്. സോ നമുക്ക് ഷോർട്ട് ആണെന്ന് പറയാം. ഓക്കെ,
Next is, what is the output resistance of common collector configuration of amplifier? Common collector ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് ഇംപീഡൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈയും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ലോയും ആണ്. ഇറ്റ് മേ ബി in the range of ശരിക്കും 1 ohm to 10 ohm എന്നൊക്കെയാണ്. We can write it as less than 100 ohm. Next is, current gain of a common emitter amplifier is, common emitter amplifier emitter ആണ് common to both input and output. So ബാക്കി രണ്ട് കറണ്ട് വരുന്നത് IC IB, input is IB and output is IC. So the current gain is IC by IB. 51ാമത്തെ ചോദ്യം. In crystal oscillator, the crystal also convert electrical energy into dash energy. Crystal oscillator crystal എങ്ങനെയാണ് convert electrical energy into എന്ത് എനർജി ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ലൈറ്റ് എനർജി, മാഗ്നറ്റിക് എനർജി, മെക്കാനിക്കൽ എനർജി, ഹീറ്റ് എനർജി. ഇതിൽ എങ്ങനെയാണ് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ക്രിസ്റ്റൽ കൺവേർട്ട് ചെയ്യാന്നുള്ളത് നമുക്കറിയാം. പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെയാണ് അതിൽ നടക്കുന്നത് അല്ലേ. അത് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, പ്രഷറൊക്കെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതേപോലെ തന്നെ ഇത് വേറൊരു കൺവേർഷൻ കൂടെ ക്രിസ്റ്റലിൽ നടക്കാറുണ്ട്. അത് ഇലക്ട്രിക്കൽ എനർജി ഇൻടു എന്ത് എനർജിയാണ്? ലൈറ്റ് ആണോ, മാഗ്നറ്റിക് ആണോ, മെക്കാനിക്കൽ ആണോ, ഹീറ്റ് എനർജി ആണോ? ഏതാണത്? അത് ഓപ്ഷൻ സി ആണ്. മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ക്രിസ്റ്റൽ എന്ത് ചെയ്യും? കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻടു മെക്കാനിക്കൽ എനർജി. 52ാമത്തെ ക്വസ്റ്റ്യൻ. Which transistor amplifier has a efficiency of about 85%? ഏത് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനാണ്? നമ്മൾ പവർ ആംപ്ലിഫയർ പഠിച്ചതാണ് അല്ലേ. പവർ ആംപ്ലിഫയേഴ്സ് ഏതൊക്കെയുള്ളത്? നമ്മൾ ക്ലാസ് എ അല്ലേ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി, ക്ലാസ് സി വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഡി ഉണ്ട്, എസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. അപ്പൊ അതിൽ ലാസ്റ്റ് എത്തുന്തോറും എന്ത് സംഭവിക്കും? ഡിസ്റ്റോർഷൻ കൂടുതൽ സംഭവിക്കും അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 85% എഫിഷ്യൻസി കിട്ടുന്നത് ഏത് ക്ലാസ് ആംപ്ലിഫയറിലാണെന്നാണ് നമ്മളുടെ ചോദ്യം. നമ്മുടെ ആദ്യത്തെ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ക്ലാസ് എ ആംപ്ലിഫയർ ആണ്. അത് 25% ആണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. അതിൽ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ അതെന്താവും? 50% വരെ നമുക്ക് അവിടെ എഫിഷ്യൻസി കിട്ടും. അപ്പൊ 85% കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ്? ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് എ ബി. അതിൽ ഏതിലാണ് 85% എഫിഷ്യൻസി കിട്ടുന്നത്? അത് ക്ലാസ് സിയിലാണ് 85% എഫിഷ്യൻസി വരുന്നത്. അപ്പൊ വിച്ച് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഹാസ് എൻ എഫിഷ്യൻസി ഓഫ് അബൌട്ട് 85% ചോദിച്ചാൽ അത് ഏതാണ്? ക്ലാസ് സി ആംപ്ലിഫയർ ആണ്. 90% വരെ വരാട്ടോ. The maximum drain current of BFW10 JFET. JFET നമുക്ക് രണ്ടെണ്ണം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. BFW10 JFETൽ നമ്മൾ ഗേറ്റ് കറണ്ടും അതുപോലെ തന്നെ ഡ്രെയിൻ കറണ്ടും പഠിച്ചിട്ടുണ്ടാവും. അതിൽ മാക്സിമം ഡ്രെയിൻ കറണ്ട് എത്രയാണെന്ന് ചോദിക്കണം. 25 മില്ലി ആംപിയർ, 10 മില്ലി ആംപിയർ, 100 മില്ലി ആംപിയർ, 20 മില്ലി ആംപിയർ. എത്രയാണ് BF10 എന്ന JFETന്റെ ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത്? അത് എത്രയാണ്? ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് 20 മില്ലി ആംപിയർ ആണ് കേട്ടോ. രണ്ടും കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് കറണ്ട് ആണ് ഈ പറയുന്ന 10 മില്ലി ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദ മാക്സിമം ഡ്രെയിൻ കറണ്ട് ഓഫ് BFW10 JFET എന്ന് പറയുന്നത് 20 മില്ലി ആംപിയർ ആണ്. അടുത്ത ചോദ്യം. ദ കറണ്ട് ത്രൂ ദ SCR ക്യാൻ ബി ടേൺഡ് ഓഫ്. കറണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന SCRൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ടേൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും? ഓൺലി ബൈ റെഡ്യൂസിങ് ദ ലോഡ് കറണ്ട് ബിലോ ദ ഹോൾഡിംഗ് കറണ്ട്. ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ താഴെ നമുക്ക് ലോഡ് കറണ്ട് കുറച്ച് കൊണ്ടുവന്നാൽ നമ്മൾക്ക് SCR ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ഓൺലി ബൈ റിമൂവിങ് ദ ഗേറ്റ് കറണ്ട്. ഗേറ്റ് കറണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ബൈ റെഡ്യൂസിങ് ദ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ബൈ റെഡ്യൂസിങ് ദ ഫോർവേഡ് ബ്ലോക്കിംഗ് വോൾട്ടേജ്. ഫോർവേഡ് ബ്ലോക്കിംഗ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്താൽ പറ്റും. ഇതിൽ ഏതാണ് പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ദ കറണ്ട് ത്രൂ ദ SCR ക്യാൻ ബി ടേൺഡ് ഓഫ്. എങ്ങനെയാണ് നമുക്ക് SCRൽ കൂടെയുള്ള കറണ്ട് ടേൺ ഓഫ് ചെയ്യാൻ പറ്റുക? ഓൺലി ബൈ റെഡ്യൂസിങ് ദ ലോഡ് കറണ്ട് ബിലോ ദ ഹോൾഡിംഗ് കറണ്ട്. ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SCRനെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഈസ് ദ മിനിമം കറണ്ട് റിക്വയർഡ് ടു കീപ് SCR ഇൻ കണ്ടക്ടിങ് സ്റ്റേറ്റ് അല്ലെ. SCRനെ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിർത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട മിനിമം ആനോഡ് കറണ്ട് ആണത്. ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിർത്താൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള കറണ്ട് ആണ് ആര്? ഈ പറയുന്ന ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് അല്ലെ. രണ്ട് കറണ്ട് ഉണ്ട് അല്ലെ. ലാച്ചിങ് കറണ്ടും ഹോൾഡിംഗ് കറണ്ടും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഹോൾഡിംഗ് കറണ്ടിനെ നമുക്ക്
ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ താഴെ ലോഡ് കറണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ പറയുന്ന SCR അഥവാ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിനെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദ ടെർമിനൽസ് ഓഫ് ട്രയാക്. ട്രയാക്കിന്റെ ഫുൾ ഫോം എന്താണ്? നമ്മൾ അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തു അല്ലേ? ട്രയാക്ക് എന്ന് പറയുന്ന സമയത്ത് ട്രയോഡ് AC സെമി കണ്ടക്ടർ ആണ്. അപ്പോൾ ഇതില് ഈ ട്രയാക്കിന് എത്ര ടെർമിനൽസ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ആനോഡ്, കാഥോഡ്, ഗേറ്റ്, എമിറ്റർ, ബേസ് 1, ബേസ് 2, മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2, ഗേറ്റ്, എമിറ്റർ, കളക്ടർ. ഇതൊക്കെയാണ് നമ്മളുടെ ചോദ്യം. ആനോഡും കാഥോഡും ഗേറ്റ് ആണോ, എമിറ്ററും ബേസ് 1ഉം ബേസ് 2 ആണോ? ഈ സാധനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് UJT ആണ് അല്ലെ. അതുപോലെ മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2 ഗേറ്റ് ആണോ? അതുപോലെ ഗേറ്റ്, എമിറ്റർ, കളക്ടർ ആണ്. ഇതാരാണ്? നമ്മുടെ IGBT ആണ് അല്ലെ. അപ്പൊ ആരാണ് ഈ പറയുന്ന ട്രയാക്ക് എന്ന് പറയുന്നത്? ആനോഡും കാഥോഡും ഗേറ്റും ആണെന്നുണ്ടെങ്കിൽ അത് ഏതിന്റെയാണ്? അത് നമ്മുടെ SCRന്റെ ആണ് അല്ലെ. അപ്പൊ അതുപോലെ മെയിൻ ട്രയാക്കിന്റെ പറയുന്ന സമയത്ത് മെയിൻ ടെർമിനൽ 1ഉം മെയിൻ ടെർമിനൽ 2ഉം ഗേറ്റും ആണ് അല്ലെ. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക, MT1, MT2 ഗേറ്റ്. ഈ ഗേറ്റ് ഇല്ലാണ്ടായ അതാണ് ആരായിട്ട് മാറും? അത് ഡയാക്കായിട്ട് മാറും. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം 56. പിന്നെ നമ്മൾ മറ്റേ ഫിഗർ പറഞ്ഞല്ലോ അല്ലെ. ട്രയാക്കിന്റെ ഫിഗർ എന്താ വരിക? ഇങ്ങനെയാണ് വരിക. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ. അപ്പൊ ഇതില് മുകളിൽ ഒരു മെയിൻ ടെർമിനൽ MT1 ഉണ്ടാവും, താഴെ ഒരു മെയിൻ ടെർമിനൽ MT2 ഉണ്ടാവും, പിന്നെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ അതിന്റെ ഫിഗർ വരിക അല്ലെ. അപ്പൊ ഇനി ചോദ്യം എന്താ വെച്ചാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രയാക്ക്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രയാക്ക്? 2N2646, BT136, DB3, TYN 640. ഈ 4എണ്ണത്തിൽ ഏതാന്നുള്ളത് ട്രയാക്ക് ഏതാന്നുള്ളത് BT136 ആണ് കേട്ടോ. ഇതൊരു 4 ക്വാഡ്രന്റ് ട്രയാക്ക് ആണ്. ഇതിന്റെ പാക്കേജ് എന്ന് പറയുന്നത് SOT 78 ആണ് അതിന്റെ പാക്കേജ്. ഓക്കെ, അതാണ് ട്രയാക്ക് BT136. The diac acts in a similar manner to. ഡയാക്ക് എന്തായിട്ട് ആക്ട് ചെയ്ത് പലവണ ചോദിച്ചിട്ടുള്ള അല്ലെ. 2 transistors connected in series, 2 SCR connected in anti-parallel, 1 diode and 2 resistors, 2 diodes connected in reverse parallel. അതിന്റെ ഫിഗർ എങ്ങനെയായിരുന്നു? ഇതായിരുന്നു അതിന്റെ ഫിഗർ അല്ലെ. ഇതൊരു ഡയോഡ് ഉണ്ട്, ഇവിടെ മറ്റൊരു ഡയോഡ് ഉണ്ട്, ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇവിടെ MT1, ഇവിടെ MT2, ഇങ്ങനെയാണല്ലോ. ഇത് ഡയോഡാണ് കേട്ടോ. ഓക്കെ, ഡയോഡാണ്. 2 ഡയോഡ് ഇങ്ങനെ റിവേഴ്സ് പാരലൽ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണത് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു ഡയോഡ്, രണ്ടാമത് ഇങ്ങനൊരു ഡയോഡ്, ഇവരെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ 2 ഡയോഡ്സ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് പാരലൽ ആണ് നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, IGBTന്റെ സ്പെസിഫിക്കേഷൻ ആണ് അറിയേണ്ടത് അല്ലെ. ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആൻഡ് ലാർജ് ബൈപോളാർ കറന്റ് ക്യാരിങ് കാപ്പബിലിറ്റി. അടുത്തത് ലോ ഇൻപുട്ട് ഇംപീഡൻസ് ആൻഡ് ലാർജ് ബൈപോളാർ കറന്റ് ക്യാരിങ് കാപ്പബിലിറ്റി. അടുത്തത് ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആൻഡ് സ്മോൾ ബൈപോളാർ കറന്റ് ക്യാരിങ് കാപ്പബിലിറ്റി. മറ്റൊന്ന് ലോ ഇൻപുട്ട് ഇംപീഡൻസ് ആൻഡ് സ്മോൾ ബൈപോളാർ കറന്റ് ക്യാരിങ് കാപ്പബിലിറ്റി. ലോവും ഹൈയും തിരിച്ചും മറിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ ഇത്. അപ്പൊ വ്യക്തമായി പഠിച്ചില്ലെങ്കിൽ ഇത് ഓർമ്മ കിട്ടില്ല. നമുക്കറിയാം IGBTന്റെ പ്രത്യേകത എന്താണെന്ന് അല്ലെ. എന്താ IGBTന്റെ പ്രത്യേകത? ഇൻപുട്ട് ഇംപീഡൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്, അതുപോലെ തന്നെ ബൈപോളാർ കറന്റ് ക്യാരിങ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ലാർജ് ആണ്. അതാണ് IGBTന്റെ പ്രത്യേകത. അപ്പോൾ ഹൈ ഇൻപുട്ട് ഇംപീഡൻസ് ആൻഡ് ലാർജ് ബൈപോളാർ കറന്റ് ക്യാരിങ് കാപ്പബിലിറ്റി ആണ് അതിന്റെ ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, an IGBT is driven by. ഒരു IGBT നമ്മൾക്ക് എങ്ങനെ ഡ്രിവൺ ചെയ്യാം? ഒന്ന് എമിറ്റർ കറണ്ട് യൂസ് ചെയ്തിട്ട്, മറ്റൊന്ന് കളക്ടർ കറണ്ട് യൂസ് ചെയ്തിട്ട്, മറ്റൊന്ന് ഗേറ്റ് വോൾട്ടേജ് യൂസ് ചെയ്തിട്ട്, മറ്റൊന്ന് ഗേറ്റ് കറണ്ട് യൂസ് ചെയ്തിട്ട്. നമുക്കറിയാലോ, നമുക്ക് IGBT കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഗേറ്റ് വോൾട്ടേജിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. ഗേറ്റ് വോൾട്ടേജിന്റെ സഹായത്തോടു കൂടി നമ്മൾ അവിടെ കളക്ടർ കറണ്ടിനെയാണ് അവിടെ നമ്മൾ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇവിടെ IGBT ഈസ് ഡ്രിവൺ ബൈ എന്താണ്? അത് ഗേറ്റ് വോൾട്ടേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, minimum amount of emitter current to place the UJT in negative resistance region is known as. നമ്മൾക്ക് അറിയാം UJT നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഡിവൈസ് ആണ്. അതിൽ നമ്മൾ കൊടുക്കേണ്ട
മിനിമം എമൗണ്ട് ഓഫ് എമിറ്റർ കറണ്ട്. ഈ പറയുന്ന നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയണിൽ ഈ പറയുന്ന UJT നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മിനിമം എമൗണ്ട് ഓഫ് എമിറ്റർ കറണ്ടിന് പറയുന്ന പേരെന്താണ്? വാലി കറണ്ട് എന്നാണോ, പീക്ക് പോയിന്റ് കറണ്ട് എന്നാണോ, സാച്ചുറേഷൻ കറണ്ട് എന്നാണോ, നൺ ഓഫ് ദ എബോവ്? ഇങ്ങനെയാണ് നമുക്ക് അറിയാലോ എങ്ങനെയാണ് അതിന്റെ ഫിഗർ എന്നുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് ഈ പറയുന്ന പീക്ക് പോയിന്റ് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന UJT നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ തന്നെ നിലനിന്ന് പോകുന്നത്. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? പീക്ക് പോയിന്റ് കറണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ടിപ്പിക്കൽ വാല്യൂ ഓഫ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഓഫ് UJT വേരി ഫ്രം 0.4 to 0.9, 0.5 to 0.9, 0.4 to 1, 0.5 to 0.8. ഇത് നമ്മൾ അങ്ങനെ തന്നെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ അഥവാ ഈറ്റ എന്ന് പറയുന്നത് എത്രയാണ്? അതിന്റെ വാല്യൂ 0.5 to 0.8 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻസുലേറ്റിംഗ് ലെയർ ഓഫ് മോസ്ഫെറ്റ്. മോസ്ഫെറ്റിലുള്ള ഇൻസുലേറ്റിംഗ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? സിലിക്കൺ മോണോക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, ജെർമേനിയം ഓക്സൈഡ്, ജെർമേനിയം ഡയോക്സൈഡ്. അപ്പൊ നമുക്കറിയാം മോസ്ഫെറ്റിൽ ഈ പറഞ്ഞ ഇൻസുലേറ്റിംഗ് ലെയർ ഉള്ളത് കൊണ്ടാണ് അവിടെ നമുക്കൊരു ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് സാധ്യമാവുന്നത്. അപ്പൊ ഇതില് സിലിക്കൺ ഡയോക്സൈഡ് ആണ് മോസ്ഫെറ്റിലുള്ള എന്ത് ഇൻസുലേറ്റിംഗ് ലെയർ എന്ന് പറയുന്നത് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ JFET the voltage at the gate controls the main current, the current through the gate controls the main current, the voltage at source terminal controls the main current, the voltage at drain terminal controls the main current. എന്താണ് ഈ പറയുന്ന മെയിൻ കറന്റിനെ കൺട്രോൾ ചെയ്യുന്നത്? വോൾട്ടേജ് അറ്റ് ദ ഗേറ്റ് ആണോ, the current through the gate ആണോ, the voltage at source terminal ആണോ, the voltage at drain terminal ആണോ? എന്താണ്? അപ്പോ 63ാമത്തെ ചോദ്യം, the voltage at the gate ആണ് നമ്മളുടെ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ പറയുന്ന വോൾട്ടേജിനനുസരിച്ച് നമുക്ക് കറണ്ടിനെ അവിടെ കൺട്രോൾ ചെയ്യാനാണ് സാധിക്കുക JFET. ഓക്കെ, അപ്പോൾ 63rd ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ ബയാസിംഗ് ഓഫ് JFET ബയാസിങ്ങിന് വേണ്ടിയിട്ട് ഗേറ്റ് ഓൾവേസ് ഫോർവേഡ് ബയാസ്ഡ്, ഗേറ്റ് ഈസ് ഐദർ ഫോർവേഡ് ഓർ റിവേഴ്സ് ബയാസ്ഡ്, ഗേറ്റ് ഓൾവേസ് റിവേഴ്സ് ബയാസ്ഡ്, ബയാസ് വോൾട്ടേജ് ഈസ് നോട്ട് റിക്വയർഡ് അറ്റ് ഗേറ്റ് ടെർമിനൽ. ഗേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഗേറ്റ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് റിവേഴ്സ് ബയസ്ഡോ ആയിരിക്കില്ല. ഗേറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ബയാസ് വോൾട്ടേജ് എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് നമുക്ക് ഗേറ്റ് ടെർമിനലിന് റിക്വയർഡ് അല്ല. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഗേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും അവിടെ വരിക? അത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ആയിരിക്കും JFET അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following device interconnects two separate electrical circuits by means of light sensitive optical interface? താഴത്ത് നിന്ന് തന്നിരിക്കുന്ന ഏത് ഡിവൈസ് ആണ് which interconnects രണ്ട് സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന് ലൈറ്റ് സെൻസിറ്റീവ് ഒപ്റ്റിക്കൽ ഇന്റർഫേസ് കൊണ്ട് ഇന്റർകണക്ട് ചെയ്യുന്നത്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഡിവൈസ് ആണ്? LED, ലേസർ, ഒപ്റ്റോ കപ്ലർ, LDR. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ഒപ്റ്റോ കപ്ലർ ആണ്. The geographical area under one base station with a single transmitter and a receiver എന്ന് പറയുന്നത് ആ ജോഗ്രഫിക്കൽ ഏരിയ, അതായത് ഒരു ബേസ് സ്റ്റേഷന്റെ താഴെയുള്ള ബേസ് സ്റ്റേഷനിലുള്ള ഒരു സിംഗിൾ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്ന് പറയുന്നത് അതിന്റെ താഴെയുള്ള ആ ഏരിയനെ പറയുന്ന പേരെന്താണ്? സെൽ, ക്ലസ്റ്റർ, മൊഡ്യൂൾ, സെൽ സൈറ്റ് അല്ലെ. അപ്പൊ അതിൽ ഏതാണ് ആ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നത്? ആ ഹെക്സഗണൽ ഷേപ്പുള്ള സെല്ലാണ് അത് വരെ. അപ്പൊ ഏത് ആൻസർ വരെ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വയർലെസ് ടെക്നോളജി ലിങ്ക് ഇസ് യൂസ് ഫോർ മൊബൈൽ ഫോൺ ഡാറ്റ ട്രാൻസ്ഫർ? മൊബൈൽ ഫോണിൽ കൂടിയുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് താഴെ തന്നിരിക്കുന്ന ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്? സിം, ബാർകോഡ്, ബ്ലൂടൂത്ത്, മൾട്ടിപ്ലെക്സ്. ഇതിൽ കൂടി ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുക അത് ബ്ലൂടൂത്ത് വഴിയാണ്. അപ്പോൾ ആൻസർ ബ്ലൂടൂത്ത് ആണ്. അടുത്ത ചോദ്യം, ദ കോർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്? നമുക്കറിയാം ഒപ്റ്റിക്കൽ ഫൈബർ എന്താ പ്രധാനപ്പെട്ട കോർ ഉണ്ട്, അതിന് പുറമെ ഒരു ക്ലാഡിംഗ് ഉണ്ട്, പിന്നെ ബഫർ ജാക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അതിൽ ആ സെന്ററിൽ കൂടെയാണ് ഈ പറയുന്ന ടോട്ടൽ മറ്റേ ലൈറ്റ് കടന്നു പോകുന്നത്. അപ്പൊ ആ കോർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്ക ഓർ ഗ്ലാസ്, കോപ്പർ ഓർ അലുമിനിയം, കോപ്പർ ഓർ സിൽവർ, ടങ്സ്റ്റൺ. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സിലിക്ക അല്ലെങ്കിൽ ഗ്ലാസ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് കോർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 69ാമത്തെ ചോദ്യം, the process of joining two ends of optical fiber using electric or mechanic means
സോൾഡറിങ്, സ്പ്ലൈസിങ്, ക്രിമ്പിങ്, സ്പേസിങ്. അപ്പോൾ പ്രോസസ് ഓഫ് ജോയിനിങ്. അപ്പോൾ ഈ പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബറിനെ ആ എൻഡ്സ് ജോയിൻ ചെയ്യുന്ന ടെക്നിക്കിനെ പറയുന്ന പേരെന്താണ്? സോൾഡറിങ്, സ്പ്ലൈസിങ്, ക്രിമ്പിങ്, സ്പേസിങ്. അതിൽ ഏതാണ് വരിക? അത് സ്പ്ലൈസിങ് ആണ്. ഫ്യൂഷൻ സ്പ്ലൈസിങ് എന്നാണ് പറയുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Which among the following is not an advantage of geosynchronous satellite? Geosynchronous സാറ്റലൈറ്റിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. ശ്രദ്ധിക്കണേ, അഡ്വാൻറ്റേജ് എന്ന് മാത്രമേ കാണുള്ളൂ. അവർ ഡിസഡ്വാൻറ്റേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് geosynchronous satellite. No need to switch from one satellite to other. No coverage in polar region. Remain stationary relative to station. The effect of Doppler shift are negligible. നമുക്കറിയാം എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്നല്ലേ. നമുക്കറിയാം എർത്തിന്റെ അതേപോലെ തന്നെ കറങ്ങുന്ന ഒന്നാണ് ഈ പറയുന്നത് സിഗ്നൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ കവർ ചെയ്യുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള ഏരിയ ഒന്നും കവർ ചെയ്യില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. അതായത് പോളാർ റീജിയനൊക്കെ നമുക്ക് കവർ ചെയ്യണം പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ നോ കവറേജ് ഇൻ പോളാർ റീജിയൻ ആണ് അതിന്റെ ഉത്തരം. അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നോ കവറേജ് ഇൻ പോളാർ റീജിയൻ ആണ്. ഓപ്ഷൻ ബി ആണ്. ബാക്കിയെല്ലാം അതിന്റെ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ കോമ്പിനേഷൻ ഓഫ് റിസീവർ, ആംപ്ലിഫയർ ആൻഡ് ട്രാൻസ്മിറ്റർ ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ ആസ്. റിസീവറും ആംപ്ലിഫയറും ട്രാൻസ്മിറ്ററും എല്ലാം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ട്. ആ കോമ്പിനേഷന് പറയുന്ന പേരെന്താണ്? ട്രാൻസ്ഡ്യൂസർ, മൾട്ടിപ്ലെക്സർ, സെൻസർ, ട്രാൻസ്പോണ്ടർ. ഏതാണത്? നമുക്കറിയാം അതെന്താണ്? ഇത് ട്രാൻസ്പോണ്ടർ ആണ് അല്ലേ. ട്രാൻസ്പോണ്ടർ സാറ്റലൈറ്റിൽ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന സിഗ്നലിന് എന്ത് ചെയ്യും? അപ്ലിങ്ക് ചെയ്ത് വരുന്ന സിഗ്നലിനെ ഈ പറയുന്ന പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന് ഡൗൺലിങ്ക് ചെയ്തിട്ട് അതിനേക്കാളും ചെറിയ ഫ്രീക്വൻസിയിൽ താഴത്തേക്ക് കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ട്രാൻസ്പോണ്ടറിന്റെ സഹായത്തോട് കൂടിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 72ാമത്തെ ചോദ്യം. റേഷ്യോ ബിറ്റ്വീൻ മിനിമം ഫ്യൂസിങ് കറണ്ട് ആൻഡ് കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് അതൊരു ഡെഫിനിഷനായിട്ടും പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു ഫോർമുലയും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇത് റിപ്പിൾ ഫാക്ടർ ആണോ, കട്ട് ഓഫ് ഫാക്ടർ ആണോ, ഫ്യൂസിങ് ഫാക്ടർ ആണോ, ഫോം ഫാക്ടർ ആണോ? ഫോം ഫാക്ടർ അല്ല അല്ലേ. മിനിമം ഫ്യൂസിങ് കറണ്ടും കറണ്ട് റേറ്റിംഗ് ചേർന്നിട്ടുള്ള ആ ഒരു റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്? ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. ഫ്യൂസിങ് ഫാക്ടർ ഈസ് ഈക്വൽ ടു മിനിമം ഫ്യൂസിങ് കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് റേറ്റിംഗ് അല്ലേ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് ടൈപ്പ് ഓഫ് MCB ഈസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് സർക്യൂട്ട്സ് വിത്ത് ഇൻഡക്റ്റീവ് ലോഡ്. ഇൻഡക്റ്റീവ് ലോഡുള്ള സർക്യൂട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള MCB ഏതാണ്? LCDs MCB, G series MCB, DC series MCB, both LCDs and DC series LCB. ഏതാ വരിക? G series ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. What is the full form of abbreviation ELCB used in electrical circuit? Electrical circuitൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ELCB. അതിന്റെ അബ്രിവേഷൻ എന്താണ്? ഫുൾ ഫോം. ആ അബ്രിവേഷന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. ഇലക്ട്രിക്കൽ ലൈവ് കോണ്ടാക്ട് ബ്രേക്കർ, എക്യുപ്മെന്റ് ലോഡ് സർക്യൂട്ട് ബ്രേക്കർ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, എർത്ത് ലോഡ് സർക്യൂട്ട് ബ്രേക്കർ. എന്താണ് ELCB? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. A device which opens or closes an auxiliary circuit under predetermined condition in the main circuit. A device which opens or closes an auxiliary circuit under predetermined condition in the main circuit. Resistor, capacitor, fuse, relay. അല്ലേ. ഓക്സിലറി സർക്യൂട്ട് പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ, ഒരു മെയിൻ സർക്യൂട്ടിൽ പ്രീഡിറ്റർമിൻഡ് ആയ കണ്ടീഷനിൽ നമുക്ക് ഈ പറയുന്ന ഓക്സിലറി സർക്യൂട്ടിന് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന ഡിവൈസ് ആരാ? റെസിസ്റ്റർ ആണോ, കപ്പാസിറ്റർ ആണോ, ഫ്യൂസ് ആണോ, റിലേ ആണോ? ഏതാ വരിക? ഓപ്ഷൻ ഡി, റിലേ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 76th question. Which type of DC motor has two field coils? One is connected in series with the armature and the other is connected in parallel with the armature. ഏതാ? സീരീസ് മോട്ടർ, ഷണ്ട് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ, ഇൻഡക്ഷൻ മോട്ടർ. ഏതാണ്? ഒന്ന് സീരീസും ഒന്ന് പാരലൽ ആണെങ്കിൽ അത് ആരാ? അത് കോമ്പൗണ്ട് മോട്ടർ ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. For 100% AM modulation, calculate the power transmitted by carrier signal if total power is 6000 watt. ഇതാണ് നമ്മളുടെ ചോദ്യം. നമ്മൾക്കറിയാം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? PT is equal to
പി സി ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ബൈ 2 ആണ് നമ്മളുടെ എ എം വേവിൽ നമ്മൾ പവർ കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പി ടി എന്ന് പറയുന്നത് ടോട്ടൽ പവർ ആണ്, പി സി എന്ന് പറയുന്നത് കരിയർ പവർ ആണ്, എം എന്ന് പറയുന്ന മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. നമ്മൾക്ക് 100% മോഡുലേഷൻ എന്ന് പറയുന്ന സമയത്ത് എമ്മിന്റെ വാല്യൂ അവിടെ എന്ത് വരും? 1 വരും അല്ലേ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, 3/2 പി സി ഈസ് ഈക്വൽ ടു പി ടി. അതായത് ഈ പറയുന്ന മാക്സിമം മോഡുലേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. അത് എങ്ങനെ വരുന്നതെന്നുള്ള പറയാം. പി സി ഇൻറ്റു 1 പ്ലസ് എം എന്ന് പറയുന്നത് 1 ആണ്, 1 സ്ക്വയർ 1 ആണ്, ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 3/2 പി സി. ഇതാണ് എന്ത് മോഡുലേഷൻ ഇൻഡെക്സ് 1 ആകുമ്പോൾ അഥവാ 100% എ മോഡുലേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ പി ടി ഈസ് ഈക്വൽ ടു 3/2 പി സി. ചോദ്യം എന്താ? ദ പവർ ട്രാൻസ്മിറ്റഡ് ബൈ കരിയർ സിഗ്നൽ, അതായത് കരിയർ സിഗ്നലിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ, അതായത് പി സി ചോദ്യം. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ഇക്വേഷൻ എന്ന പി സി കണ്ടുപിടിക്കാം. പി സി ഈസ് ഈക്വൽ ടു പി ടി ഇൻറ്റു 2/3 അല്ലേ. ടോട്ടൽ പവർ എത്രയെന്ന് തന്നിട്ടുണ്ട്? 6000 തന്നിട്ടുണ്ട്, ഇൻറ്റു 2/3 ചെയ്യാം അല്ലേ. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 2 കിട്ടും. 2000 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4000 വാട്ടാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഒന്നിൽ കാണാതെ മാക്സിമം പവർ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കുക, 3/2 പി സി ആണെന്നുള്ളത് പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ സെപ്പറേറ്റ് നമ്മൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം അതിന് ആൻസർ കണ്ടുപിടിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രം വെരി ലോ ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം. റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നമുക്കറിയാം കുറേ ടൈപ്പ് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട് അല്ലേ. വെരി ലോ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, അങ്ങനെ അൾട്രാ ഹൈ ഫ്രീക്വൻസി, അതുപോലെ SHF സൂപ്പർ ഹൈ ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ഇത് ഓരോന്നിൻ്റെയും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്. അതിൽ വെരി ലോ ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറയുന്നത് എവിടം മുതൽ എവിടം വരെ എന്നാണ് ചോദ്യം. 3 to 30 ഹെർട്സ്, 3 to 30 കിലോ ഹെർട്സ്, 3 to 30 മെഗാ ഹെർട്സ്, 30 മെഗാ ഹെർട്സ് ടു 3 GHz. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ വെരി ലോ ഫ്രീക്വൻസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 3 to 30 കിലോ ഹെർട്സ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഓംനി ഡയറക്ഷണൽ ആന്റിന ഈസ് ഡിസൈൻ ടു പ്രൊവൈഡ് ഡാഷ് റേഡിയേഷൻ പാറ്റേൺ. ഒരു ഓംനി ഡയറക്ഷണൽ ആന്റിന എന്ന് പറയുന്നതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ എങ്ങനെയാണ്? 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 360 ഡിഗ്രി. ഓംനി ഡയറക്ഷണൽ ആന്റിന പറയുമ്പോൾ സെൻറ്ററിന് എല്ലാ ഭാഗത്തേക്കും പോവുകയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്രയായിരിക്കും? അത് 360 ഡിഗ്രി ആയിരിക്കില്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ചസ് ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ. മോഡുലേഷൻ എന്താ ചെയ്യുക, എത്ര ടൈപ്പ് മോഡുലേഷൻ ഉണ്ട്, എന്താണ് മോഡുലേഷൻ എന്നുള്ളതിൻ്റെ ആ ഇക്വേഷനൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇക്വേഷൻ അല്ല, ആ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ തന്നിരിക്കുന്ന ഇതിൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. മോഡുലേഷൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഫേസ് ഓഫ് ദ കരിയർ സിഗ്നലാണ് മാറുന്നത് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷനിൽ അവിടെ എന്താണ് മാറുന്നത്? കരിയറിൻ്റെ ഫ്രീക്വൻസിയാണ് മാറുന്നത് അല്ലേ. അപ്പോൾ കരിയർ വേവ് ഫ്രീക്വൻസി, മോഡുലേറ്റിംഗ് വേവ് ഫ്രീക്വൻസി, കരിയർ വേവ് ആംപ്ലിറ്റ്യൂഡ്, മോഡുലേറ്റിംഗ് വേവ് ആംപ്ലിറ്റ്യൂഡ്. ഏതാണ് വരിക? ഫ്രീക്വൻസി മോഡുലേഷനിലെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവിടെ? അത് കരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് മാറുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. അക്കോർഡിംഗ് ടു നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ ഓഫ് സാമ്പിളിംഗ് തിയറം ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് സെയിം ആസ് ദ സിഗ്നൽ ഫ്രീക്വൻസി, ട്വൈസ് ദ സിഗ്നൽ ഫ്രീക്വൻസി, 4 times ഓഫ് സിഗ്നൽ ഫ്രീക്വൻസി, 5 times ഓഫ് സിഗ്നൽ ഫ്രീക്വൻസി. അപ്പോൾ നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് സാമ്പിളിംഗ് തിയറത്തിൽ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സിഗ്നൽ ഫ്രീക്വൻസി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് FS ≥ 2FM ആണ്. അപ്പോൾ അതായത് ട്വൈസ് ദ സിഗ്നൽ ഫ്രീക്വൻസിയാണ് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക്. ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക് താഴ്ത്തുന്നിരിക്കുന്നതിൽ ഏതാണ്? AM, FM, ബോത്ത് AM ആൻഡ് FM, ASK. നമുക്കറിയാം AM ഉം FM എല്ലാം എന്താണ്? അതൊക്കെ അനലോഗിൽ വരുന്നതാണ് അല്ലേ. അല്ലെ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കുകൾ ASK, FSK, PSK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷിഫ്റ്റ് കീയിങ്ങുകളൊക്കെയാണ് വരിക അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ ഇവിടെ വരിക? ഓപ്ഷൻ ഡി ASK ആണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, ദ വേവ് ഫോം ഓഫ് എ കൗണ്ടർ ആർ ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. ദിസ് ഈസ് എ. താഴെ തന്നിരിക്കുന്ന ഈ ഫിഗർ ഏത് കൗണ്ടറിന്റെ ആണ് ഈ ഫിഗർ വന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ വേവ് ഫോം എന്തിന്റെ ഏത് കൗണ്ടറിന്റെ ആണെന്നാണ് ചോദ്യം. റിംഗ് കൗണ്ടർ, 3-bit ട്രിപ്പിൾ കൗണ്ടർ, ജോൺസൺ കൗണ്ടർ, 4-bit ട്രിപ്പിൾ കൗണ്ടർ. നമുക്ക് അതിന്റെ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, പഠിച്ചാൾക്ക് അറിയാം ഏതാണ് അത്. 3-bit ട്രിപ്പിൾ കൗണ്ടർ, അസിൻക്രണസ് കൗണ്ടർ എന്നായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇൻ എ 4-bit ട്രിപ്പിൾ കൗണ്ടർ ഇഫ് ദ ടൈം പീരീഡ് ഓഫ് ദ ഇൻപുട്ട് ക്ലോക്ക് pulse is 16 microsecond, what is the time period of output wave at the most significant bit? MSB യുടെ ആണ് ചോദിക്കുന്നത് കേട്ടോ. ടൈം പീരീഡ് 32 microsecond, 64 microsecond, 128 microsecond and 256 microsecond ആണ്. അപ്പോൾ ഇതെങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ MSB എന്ന് പറയുന്നത് ടോഗിൾ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? MSB എന്ന് പറയുന്നത് വിച്ച് ടോഗിൾ ആഫ്റ്റർ ഓൾ ലോവർ ബിറ്റ്സ് ഗെറ്റ് കംപ്ലീറ്റഡ് ദെയർ സൈക്കിൾ. ലോവർ ബിറ്റുകളൊക്കെ അതിന്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ MSB ടോഗിളോ. അതായത് ഫസ്റ്റ് ബിറ്റ് ടോഗിൾസ് എവറി ക്ലോക്ക് പൾസ്. ഓരോ ക്ലോക്ക് പൾസ് ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഓരോ ക്ലോക്ക് പൾസിലും എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ടോഗിൾ ചെയ്യുന്നത് വിച്ച് ഇസ് T is equal to അതിനത് എടുക്കുന്ന ടൈമാണ് 16 മൈക്രോസെക്കൻഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ബിറ്റ് ടോഗിൾ എവറി 2 ക്ലോക്ക് പൾസസ് അല്ലെ. സെക്കൻഡ് ബിറ്റ് എന്ന് പറയുന്നത് ഓരോ 2 ക്ലോക്ക് പൾസ് കഴിയുന്ന സമയത്തും എന്ത് സംഭവിക്കും, ടോഗിൾ ചെയ്യും. അതായത് T is equal to അവിടെ എന്താണ് വരിക, 2 into 16 which is equal to 32 മൈക്രോസെക്കൻഡ്. ഓക്കെ, ഇനി സെക്കൻഡ് ബിറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്, തേർഡ് ബിറ്റ്. ഈ തേർഡ് ബിറ്റ് എങ്ങനെയാണ് ടോഗിൾ ചെയ്യുക? തേർഡ് ബിറ്റ് എന്ന് പറയുന്നത് വിച്ച് ടോഗിൾസ് ഫോർ എവറി 4 ക്ലോക്ക് പൾസ്. 4 ക്ലോക്ക് പൾസ് കഴിയുമ്പോഴാണ് അത് ടോഗിൾ ചെയ്യുന്നുണ്ടാവാം. അതായത് അപ്പോൾ T എന്ന് പറയുന്നത് എന്താണ്, തേർഡ് എന്ന് പറയുന്ന സാധാരണ 4 വരിക അല്ലെ. അപ്പൊ 4 into 16 വിച്ച് ഈസ് ഈക്വൽ ടു 64 മൈക്രോസെക്കൻഡ് ആണ്. ഇനി നമ്മൾക്ക് ഏറ്റവും ലാസ്റ്റ് ബിറ്റാണ് MSB വരിക അല്ലെ. അപ്പൊ ഈ MSB എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അവിടെ ടോഗിൾ ചെയ്യുക, ഫോർ എവറി 8 ക്ലോക്ക് പൾസസ് ആണ്. അതായത് T is equal to 8 into 16 which is equal to 128 മൈക്രോ സെക്കൻഡ് ആണ് വരിക. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 128 മൈക്രോസെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോം അഡ്രസ് സ്പേസ് ഫോർ ആൻ 8051 with 8 KB ഓഫ് ഓൺ ചിപ്പ് റോം? എന്താണ് അതിന്റെ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. 8 KB നമ്മുടെ റോമിന്റെ അഡ്രസ് സ്പേസ് ആണ് ചോദിക്കുന്നത്. 0000H2 1FFFH, 0000H2 2FFFH, 0000H2 7FFFH, 0000H2 0FFFH. ഏതാണ് അതിന്റെ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത്? അത് എ ആണ്. 0000H2 1FFFH. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബിഹേവിയർ ഓഫ് ദ റീസെറ്റ് പിൻ ഇൻ ദ 8051 മൈക്രോ കൺട്രോളർ? 8051 മൈക്രോ കൺട്രോളറിലെ റീസെറ്റ് പിന്നിന്റെ ബിഹേവിയർ എന്താണ്? The reset pin is active low and requires a low pulse to be activated. The reset pin is active high and requires a low pulse to be activated. The reset pin is active high and requires a high pulse to be activated. The reset pin is active low and requires a high pulse to be activated. ഏതാണ് വരിക? ഈ പറയുന്ന റീസെറ്റ് പിൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ ആണ്. അപ്പോൾ അവിടെ റിക്വയർസ് എ ലോ പൾസ് ടു ബി ആക്ടിവേറ്റഡ് വരിക അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് അഡ്രസ്സിംഗ് മോഡ്സ് വിത്ത് ദർ കറസ്പോണ്ടിങ് 8051 ഇൻസ്ട്രക്ഷൻസ് അല്ലെ. ഇത് ആ ഒരു അഡ്രസ്സിംഗ് മോഡ് പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ രജിസ്റ്റർ, ഡയറക്റ്റ്, ഇമ്മീഡിയറ്റ്, രജിസ്റ്റർ, ഇൻഡയറക്റ്റ്, ഈ 4 അഡ്രസ്സിംഗ് മോഡ്സും തന്നിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസും സൈഡിൽ തന്നിട്ടുണ്ട്. ഒന്ന് കണക്ട് ചെയ്യണം. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് അറിയാം, R7 വരെയുള്ള എല്ലാ രജിസ്റ്റേഴ്സും നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ അത് ആഡ് A R7 ആണ്. ആഡ് A, R7 ആണ് അല്ലെ. ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ 1 2 ആണ്, 2 3 4. ഡയറക്റ്റ് അഡ്രസ്സിംഗ് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അഡ്രസ്സിംഗ് കൊടുക്കുക അല്ലെ. അപ്പൊ അവിടെ ഈ 40H ഓപ്ഷൻ 4-മത്തെയാണ് വരിക. 4. മൂന്നാമത്തെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് പറയുന്ന സമയത്ത് അവിടെ #25 ആണ് അല്ലെ.
അപ്പോൾ ആ ഡാറ്റ അങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ 25H ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ 1 ആണ്. അടുത്തത് രജിസ്റ്റർ ഇൻഡയറക്റ്റ് വരുന്ന സമയത്ത് R0 R1 മാത്രം അവിടെ രജിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ അത് ഏതാ വരിക? ഓപ്ഷൻ 3 ആണ് വരിക. അതായത് 1 2 2 4 3 1 4 3 ഇതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ? ഫോട്ടോവോൾട്ടൈക് സെൽ, തെർമോകപ്പിൾ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, സ്ട്രെയിൻ ഗേജ്. ഏതാണ് വരിക? പാസീവ് ട്രാൻസ്ഡ്യൂസറിലെ സ്ട്രെയിൻ ഗേജ് ആണ് വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which characteristic of a thermistor makes it extremely suitable for precision temperature control system? Precision temperature control systemത്തിൽ suitable ആയിട്ടുള്ള തെർമിസ്റ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ് ചോദ്യം. Low thermal conductivity, high resistance variation with temperature, low specific heat, linear temperature resistance relationship. ഓക്കെ, അല്ല ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്. ഹൈ റെസിസ്റ്റൻസ് വേരിയേഷൻ വിത്ത് ടെമ്പറേച്ചർ ആണ് ആൻസർ വരെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് LVDT? LVDTന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്, അതായത് അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ലീനിയാരിറ്റി, ഹൈ ഹിസ്റ്ററിസിസ്, റഗഡ്നെസ്, ഹൈ സെൻസിറ്റിവിറ്റി. ഏതാണ് അതിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്? അത് ഹൈ ഹിസ്റ്ററിസിസ് ആണ്. ലോ ഹിസ്റ്ററിസിസ് ആണ് വരിക. ആൻസർ വരുന്നത് ഹൈ ഹിസ്റ്ററിസിസ് ആണ്. ശരിക്കും അത് ലോ ആണ് വരിക. ഇൻ ആൻ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഇൻക്രീസ് ഇൻ ദ റിലക്റ്റൻസ് ഓഫ് ദ കോർ വിൽ. ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ റിലക്റ്റൻസ് ഓഫ് ദ കോർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻഡക്റ്റൻസിന് എന്ത് സംഭവിക്കും? ഡിക്രീസ് ദ ഇൻഡക്റ്റൻസ്, അതുപോലെ ഇൻക്രീസ് ദ ഇൻഡക്റ്റൻസ്, സ്റ്റെബിലൈസ് ദ ഇൻഡക്റ്റൻസ്, നോട്ട് അഫക്ട് ദ ഇൻഡക്റ്റൻസ്. ഇതെങ്ങനെയാണ് കണക്ഷൻ വരിക? റിലക്റ്റൻസും ഇൻഡക്റ്റൻസും. ഇൻഡക്റ്റൻസും റിലക്റ്റൻസും നല്ല ഫോമുലകൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? L=N²/SR. അപ്പോൾ ഇൻഡക്റ്റൻസും റിലക്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് കൂടുമ്പോൾ റിലക്റ്റൻസ് കുറയും, റിലക്റ്റൻസ് കൂടുമ്പോൾ ഇൻഡക്റ്റൻസ് കുറയും, അങ്ങനെയാണ് വരിക. അപ്പോൾ അവിടെ എന്താ വരിക? ഇൻക്രീസിങ് ദ റിലക്റ്റൻസ് ഓഫ് കോർ പറയുമ്പോൾ അവിടെ ഇൻഡക്റ്റൻസ് എന്താ ചെയ്യുന്നത്? അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The current flow that occurs when two dissimilar conductors are joined to form a thermocouple is primarily due to which effect? Thomson effect, Seebeck effect, Peltier effect, Hall effect. The current that occurs when രണ്ട് dissimilar conductors join ചെയ്തിട്ട് thermocouple ആവാണ്. അപ്പോൾ എന്താ എഫക്റ്റ് അവിടെ സംഭവിക്കും? thermocouple പറയുമ്പോൾ Seebeck effect അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, if the number 25 in the radix x number system is equivalent to 15 in decimal, what is the value of x? അതായത് 25 എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ സിസ്റ്റത്തിൽ 25 പറയുന്ന വാല്യൂ ഡെസിമൽ നമ്പറിൽ നോക്കുമ്പോൾ അത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് വരിക ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ വരിക? 2 into x raised to 1 plus 5 into x raised to 0 is equal to 1 into 10 raised to 1 plus 5 into 10 raised to 0 അല്ലേ? അപ്പോൾ 2x plus 5 is equal to 10 plus 5. ഇത് 15 തന്നെ. ഓക്കെ, അപ്പോൾ 2x എന്ന് പറയുന്നത് 15 minus 5 വരും, which is equal to 10 വരും. അപ്പോൾ x എന്ന് പറയുന്നത് 10 ആണ്, 10/2 which is equal to 5. അപ്പോൾ ഇവിടെ ഏതാ വരിക? ഓപ്ഷൻ സി 5 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. Which of the following statements is correct? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം മെത്തേഡ് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ? ഡെസിമൽ 10 ഈസ് റെപ്രസെന്റഡ് ആസ് 1000 ഇൻ ബൈനറി കോഡ് അല്ലെ? ഡെസിമലിൽ 10 എന്ന് പറയുന്നത് ബൈനറി കോഡിൽ 1000 ആണോ? അല്ല, അത് 8 ആണ്. 10 ആണ് നമ്മൾ ഡെസിമൽ നമ്പറെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക അല്ലേ? അതുപോലെ ഡെസിമൽ 9 ഈസ് റെപ്രസെന്റ് ആസ് 1011 അല്ല, 9നേക്കാളും +3 കൂടിയിട്ടുള്ള വാല്യൂ ആയിരിക്കുമല്ലോ വരിക. ഇതല്ല, ഇത് 8 + 2 + 1 8 10 11 ആയിട്ടുള്ളൂ. 9 + 3 എന്ന് പറയുന്ന സമയത്ത് 12 വരണം അല്ലേ? അതുപോലെ ഡെസിമൽ 9 ഈസ് റെപ്രസെന്റഡ് ആസ് 1010 ഇൻ BCD കോഡിൽ അല്ല,
അതുപോലെ ഡെസിമൽ 10 എന്ന് പറയുന്നത് റെപ്രസെന്റ് ആസ് 1111 ഇൻ ഗ്രേ കോഡ്. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി ഗ്രേ കോഡിൽ കൺവേർഷൻ വരുന്ന സമയത്ത് നമുക്ക് ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. അപ്പോൾ ആദ്യം ഡെസിമലിൽ ബൈനറി പറയുന്നത് 1010 ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രേ കോഡ് ആക്കുന്ന സമയത്ത് ഇത് ആദ്യം 1 വരും, പിന്നെ ഇത് 2 XOR ചെയ്യും, അത് XOR ചെയ്യുന്ന സമയത്ത് 1 വരും, ഇത് നമ്മൾ XOR ചെയ്യും, അപ്പോൾ 1 വരും, ഇത് നമ്മൾ XOR ചെയ്യും, 1 വരും. അപ്പോൾ ആൻസർ എന്താണ്? ഡെസിമൽ 10ന്റെ ഗ്രേ കോഡ് വേർഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് 1111 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ. ദ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദ ലോജിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ബി പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി ബാർ പ്ലസ് എ ബാർ ബി ബാർ. അതിന്റെ സിംപ്ലിഫൈഡ് ഫോമാ ചോദിക്കണം. 1 എ ബി 0 എന്താ വരിക? എ ബാർ ബി. അപ്പോൾ ഇതിൽ നമ്മൾക്ക് കോമൺ ആയിട്ടുള്ളത് ആരാണ്? ബി ആണ് അല്ലെ, ഈ രണ്ടെണ്ണത്തിൽ. അപ്പോൾ ബി ഇൻറ്റു എ പ്ലസ് എ ബാർ പ്ലസ് ഇതിൽ ഏതാ കോമൺ? ബി ബാറാ വരിക അല്ലെ, ബി എ പ്ലസ് എ ബാർ. ഇങ്ങനെയാണല്ലോ വരിക. എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ബി 1 പ്ലസ് ബി ബാർ 1. അപ്പോൾ ഇത് ബി പ്ലസ് ബി ബാർ അത് വീണ്ടും എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ തന്നിരിക്കുന്നതിന്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത് ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ ഈസ് ഈക്വൽ ടു 1 ആണ് കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 96th question. An OR gate with 2 inputs is followed by a NOR gate where one input of the NOR gate is grounded. If inputs to the OR gate are A is equal to 1, B is equal to 0, what will be the final output of the circuit? അതായത് ഒരു OR gate ഉണ്ട്, ഈ ഒരു OR gate ഉണ്ട്, ഈ OR gateന്റെ 2 ഇൻപുട്ട് ഉണ്ട്. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു NOR ഗേറ്റിനെയാണ്. വേർ 1 ഇൻപുട്ട് ഓഫ് ദ NOR ഗേറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്ത് പറഞ്ഞാൽ അവിടെ 0 ആണ് വാല്യൂ. ഇഫ് ഇൻപുട്സ് ടു ദ OR ഗേറ്റ് എന്ന് പറയുന്നത് OR ഗേറ്റിലേക്ക് വരുന്ന ഇൻപുട്സ് എയും ബിയും ആണ്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1ഉം ബി ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. വാട്ട് വിൽ ബി ദ ഫൈനൽ ഔട്ട്പുട്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ OR ഗേറ്റ് 1 0 വരികയാണെങ്കിൽ ഓറിൽ വരുന്ന ഔട്ട്പുട്ട് എന്താ അല്ലേ? എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് 0. 0 ആകുമ്പോൾ മാത്രമേ ഓറിൽ എന്ത് വരുള്ളൂ? 0 വരുള്ളൂ. ബാക്കിയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ് വരിക. അപ്പോൾ ഇത് നോർ എന്ന് പറയുമ്പോൾ ഓർ പ്ലസ് നോർ ആണ്. അപ്പോൾ 1ഉം 0 വരുന്ന സമയത്ത് ഓർ ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിരുന്നേനെ? 1 ആയേനെ. പക്ഷെ നോർ ആയതുകൊണ്ട് 1 ഉൾട്ടായിട്ട് വരും. അപ്പോൾ എന്ത് വരും? അത് 0 ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി സെലക്ട് inputs are required for 1/32 DMUX-ൽ 1/32 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻസ് എന്ന് പറയുന്നത് സെലക്ട് ഇൻപുട്സ് എന്ന് പറയുന്നത് 2n ആണ് അല്ലെ, അതാണ് 32. അതായത് 2/5 ആണ് 32. അപ്പം നമ്പർ ഓഫ് സെലക്ട് ഇൻപുട്സ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഓപ്ഷൻ സി ഈസ് ഈക്വൽ ടു 5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി 2 to 4 line decoders are required to implement a 4 to 16 line decoder? ഒരു എത്ര 2 to 4 line decoder വേണം? ഒരു 4 to 16 line decoder നമ്മൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര 2 to 5 line decoder വേണം? 2, 3, 4, 5 ആണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള ഡീകോഡേഴ്സ്. അത് വെച്ചിട്ടാണ് 4 to 16 നമ്മൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. നമുക്കിപ്പോൾ ഇൻപുട്ട് കൊടുക്കേണ്ടത് 4 to 16 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരു 2 to 4 ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 ഇൻപുട്ട് ഉണ്ടാവും, 4 ഔട്ട്പുട്ട് ഉണ്ടാവും. 4 to 16 എന്ന് പറയുമ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന 4 ഇൻപുട്ടും ഉണ്ടാവും. ഇവിടെ 16 എണ്ണം മൊത്തം 16 ഔട്ട്പുട്ടും ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് അത് വരിക? അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊത്തം നമ്മൾക്ക് വരുന്നത് ഒരു തുടക്കത്തിൽ നമുക്ക് എത്ര വേണം? 2 ഇൻപുട്ട് വേണം അല്ലേ? അപ്പോൾ ഒരു 2/4 ആദ്യം നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതല്ലാണ്ട് ഒരു എക്സ്ട്രാ, ഇതിപ്പോൾ നമ്മൾ എ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വേറൊരു സി ഡി പറഞ്ഞിട്ട് വേറെ 2 എക്സ്ട്രാ ഇൻപുട്ടുകൾ നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആ സിയും ഡിക്കും വേണ്ടിയിട്ട് ഒരു 2/4ന്റെ ആവശ്യം വരില്ല. കാരണം അത് നമ്മൾക്ക് 4/16ലേക്ക് കിട്ടുന്ന അതിലേക്ക് കണക്ട് ചെയ്താൽ മതി. അതായത് പറഞ്ഞുതരാം, നമുക്ക് 2/4 ആദ്യം വേണം. അപ്പോൾ അത് എയും ബിയും കിട്ടി. ഇനി ഒരു സി ഡി വേണം. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് നമുക്ക് ഒരു 2/4 കൊടുത്താൽ പോരെ. വേണ്ട, അതിൻ്റെ ആവശ്യം വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഈ 4 ഇൻപുട്ടുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇവിടെ നമ്മളൊരു 1, 2, 3, 4 നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 16 അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 2/4 കൊടുത്താൽ മതി. ഇവിടെ 4 എണ്ണം വരും, ഇവിടെ 4 എണ്ണം വരും, ഇവിടെ 4 എണ്ണം വരും. അപ്പോൾ ഇതൊക്കെ 2/4. അപ്പോൾ ഇതൊക്കെ 4. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും 12 മൊത്തം എത്ര കിട്ടി? 16 കിട്ടി. ഇനിയാണ് കണക്ഷൻസ് വരുന്നത്. ഈ വരുന്ന 4 എണ്ണത്തിൽ ഓരോന്നും ഇത് ഓരോന്നിൻ്റെയും ഇനേബിൾ ആയിട്ട് പോകും. ഇതിൻ്റെ 1, 2,
3 4 മനസ്സിലായില്ലേ? അത് പോവും. ഇനി എന്താ വരിക? ഇനി വരുന്ന 2 ഇൻപുട്ടിലാണ്, അത് ഡിയും സിയും ആണ്, അത് എല്ലായിടത്തേക്കും പോവും. ഓക്കെ, അപ്പൊ ഇതിൽ പോവും, അതുപോലെ ഈ സാധനം ഓരോന്നിലേക്കും പോവും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എത്ര 2/4 ലൈൻ ഡീകോഡേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ? നമ്മൾക്ക് അവിടെ മൊത്തം 5 എണ്ണം മതിയാവും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും വരും കേട്ടോ. അപ്പൊ അതേ സാധനം തന്നെയാണ് എല്ലാത്തിലേക്കും XY ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ടെണ്ണം ഇവിടെ വന്നു, ഇതേപോലെ തന്നെ ഇവിടേക്കും വരും, ഇത് 2 എണ്ണം. അതേപോലെ തന്നെ ഈ സിയും ഡിയും ഇവിടേക്കും വരും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് മൊത്തം 5 2/4 ലൈൻ ഡീകോഡേഴ്സ് യൂസ് ചെയ്തിട്ട് 4 to 16 ലൈൻ ഡീകോഡർ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. A 2-input XOR gate can be implemented using a 2/1 multiplexer. ഒരു 2 ഇൻപുട്ട് XOR ഗേറ്റ്, അത് നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന ആ XOR ഗേറ്റ് തന്നെയാണ് അല്ലെ. ഇതാണ് നമ്മുടെ XOR ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ XOR ഗേറ്റ് 2 ഇൻപുട്ട് XOR ഗേറ്റ് can be implemented using ഒരു 2/1 mux. അപ്പൊ 2 എണ്ണം ഇങ്ങനെ ഔട്ട്പുട്ട്, ഇതാണ് 2/1 mux അല്ലെ. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 2 ഇൻപുട്ട് XOR ഗേറ്റ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കണക്ടിങ് 1 ഇൻപുട്ട് ടു ദ സെലക്ട് ലൈൻ ആൻഡ് അതർ ടു ബോത്ത് ഡാറ്റ ഇൻപുട്സ്. Connecting 1 input to the select line, the second input to one data input and the complement of the second input to the other data input. Connecting both inputs to the select line, leaving the data inputs unconnected. അടുത്തത് connecting one input to select line and the other input to data input while grounding the second data input. നമ്മൾ ഒരു 2/1 mux എടുക്കുന്ന സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. അവിടെ നമ്മൾക്ക് അതിന്റെ കൂടെ ഒരു സെലക്ട് ലൈൻ കൂടെ വേണം അല്ലേ? അങ്ങനെയല്ലേ വരിക? അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ XOR ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ XORന്റെ ടേബിൾ അറിയാലോ അല്ലെ. ഒരു A B ഇത് ഔട്ട്പുട്ട് വരിക. അപ്പൊ അതിൽ 0 0 ആകുമ്പോൾ ഒന്നും കിട്ടില്ല, 1 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. 0 1 ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പിന്നെ 1 1 ആവുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഇതാണ് നമ്മളുടെ കണ്ടീഷൻ. XORന്റെ കണ്ടീഷൻ അതാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 1 0 0 1, അതായത് രണ്ടും ഡിഫറെന്റ് ഇൻപുട്ടുകൾ വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇത് ഈ 2/1 mux നമുക്ക് എങ്ങനെ ചെയ്യാന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതില് 2 ഡാറ്റ ഇൻപുട്ടും ഒരു സെലക്ട് ലൈനും വരുന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ അതിൽ സെലക്ട് ലൈൻ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ സെലക്ട് ലൈൻ എന്ന് പറയുന്നത് A ആയിട്ട് കണക്കാക്കുക. ഓക്കെ, ആൻഡ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ബിയും അതിന്റെ കോംപ്ലിമെന്റും ആയിട്ട് കണക്കാക്കുക. അപ്പോൾ 1ഉം 0ഉം വരുന്ന സമയത്ത് മാത്രമല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വരുന്നത് ഏത് ഓപ്ഷൻ ആണ് വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ. കണക്ടിങ് 1 ഇൻപുട്ട് ടു സെലക്ട് ലൈൻ, ഒരു ഇൻപുട്ട് സെലക്ട് ലൈനിലേക്ക് കണക്ട് ചെയ്യാം. സെക്കൻഡ് ഇൻപുട്ട് ടു 1 ഡാറ്റ ഇൻപുട്ടും അതുപോലെ തന്നെ സെക്കൻഡ് ഇൻപുട്ട് ടു ദ അതർ ഡാറ്റ ഇൻപുട്ട്, കോംപ്ലിമെന്റ് ഓഫ് ദ സെക്കൻഡ് ഇൻപുട്ട് ടു ദ മറ്റേത് സെക്കൻഡ് ഇൻപുട്ട് ടു ദ അതർ ഡാറ്റ ഇൻപുട്ട്, ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതിൽ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ എ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ദ കോംപ്ലിമെന്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട്. അപ്പോൾ ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കോംപ്ലിമെന്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ക്ലോക്ക് ഫ്രീക്വൻസി 30 Hz, വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട്? അപ്പൊ ഈ കണ്ടീഷനിലെ ഫ്രീക്വൻസി എന്താവുക ചെയ്യുക? പകുതി ആവണം ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ഇൻപുട്ട് ആണ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്രീക്വൻസി അവിടെ എന്തായിട്ട് വരിക ചെയ്യുക? അത് പകുതിയായിട്ട് വരികയാണ് നമ്മൾക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി 30 Hz ആണ്. അത് ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരിക? 15 Hz ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പൊതുവെ നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരുന്നു. നമുക്ക് മുമ്പുള്ള എക്സാം ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആളുകൾക്കൊക്കെ നല്ല സ്കോർ വരും. അതുകൊണ്ട് കട്ട് ഓഫ് എന്തായാലും കൂടും. പിന്നെ ഇപ്പോൾ ആന്റിസിപ്പേറ്റഡ് വാക്കൻസി ആണല്ലോ, നമുക്കിപ്പോൾ എത്ര വാക്കൻസികൾ ഇപ്പോൾ ഒന്നും നിലവിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ വന്നാലായി. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം വാക്കൻസികൾ നമുക്ക് വരുന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത് വരുന്ന എക്സാമുകളും കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇതിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ബാക്കിയുള്ളവർ ഇതിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത എക്സാംസിനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.